ഹായ് എവ്രി വൺ. സോ കാർ പെർഫ്യൂംസ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരൊന്നും എൻഡോഴ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്നാലും ഇത് പറയാനായിട്ട് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കാർ പെർഫ്യൂംസ് വെച്ച് നോക്കുമ്പോൾ ഇത് പണ്ട് മുതലേ എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വെക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, കാർ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഡാഷ്ബോർഡിൻ്റെ മുകളിൽ അംബാസഡറിൻ്റെ ഒക്കെ മുകളിൽ ഒട്ടിച്ച് വെക്കുന്ന ഒരു കറുത്ത കുപ്പി, പോപ്പി എന്ന് പറഞ്ഞിട്ട്. ആ സെയിം കമ്പനിയുടെ കുറേ ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ, അതുകൊണ്ട് ഞാൻ അത്രയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ആ സെയിം കമ്പനിയുടെ പെർഫ്യൂംസാണ് ഈ കാണുന്നത്. ഈ എൻ്റെ മുതൽ ആ എൻ്റെ വരെ ഉള്ളത് പല പ്രൈസ് റേഞ്ചസിലും സേ അബൌട്ട് ഒരു 900 രൂപ മുതൽ 2000 രൂപ വരെ പ്രൈസ് റേഞ്ചിലുള്ള പെർഫ്യൂംസാണത്. ഒത്തൻറ്റിക് ജാപ്പനീസ് പെർഫ്യൂംസാണ്. അത്യാവശ്യം നല്ല സ്മെല്ലാണ്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വെക്കൂ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പോലെ ആൾക്കാർക്ക് മറ്റേ ഡാഷ്ബോർഡും ഒട്ടിച്ച് വെക്കുന്ന സ്വഭാവം ഉറപ്പായിട്ടും എനിക്കും താല്പര്യമുള്ളതല്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഇത് നമ്മളുടെ കപ്പ് ഹോൾഡേഴ്സിൻ്റെ അകത്ത് വെക്കുന്നതാണ്. സോ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഇറ്റ് ഓഫ് ബിക്കോസ് ഭയങ്കര രസമുള്ള കുപ്പികൾ, നല്ല ഫ്രാഗ്രൻസസ്. താങ്ക് യു സോ മച്ച്.